ഗൈസ്, എൻ്റെ നിത്യവഴുതനയാണ് ഈ നിൽക്കുന്നത്. നിറയെ പൂക്കളായിരുന്നു, അതൊക്കെ ദേ നല്ല കായ്കളായി. നമുക്ക് ഇന്നൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും അതുപോലെ മസാലക്കറി അടിപൊളി ടേസ്റ്റാണ് മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടല്ലോ, ഇത് ശരിക്കും ഒരു മുല്ലമൊട്ട് പോലെ കാണുന്നില്ലേ? നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃഷിസ്ഥലം ഒരു ഇഞ്ച് പോലും വെറുതെ കളയരുത്. ഇവിടെ നമുക്ക് സ്ഥലം വെട്ടവും വെളിച്ചവും ഒക്കെ വായുസഞ്ചാരം ഒക്കെ ഉള്ള സ്ഥലം അത് നമ്മൾ കൃഷിക്കായിട്ട് ഉപകാരപ്പെടുത്തണം. അപ്പോൾ എനിക്ക് ഇവിടെ ഈ മതിലിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിത്യവഴുതന നടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നിത്യവഴുതന നട്ടത്. നല്ല പ്രോട്ടീനുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ നിത്യവഴുതന. ഇത് അരിഞ്ഞ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, അതുപോലെ തന്നെ അടിപൊളി മസാലക്കറി ഉണ്ടാക്കാം.